ആ പിന്നെ NSSൽ സുകുമാരൻ നായരും ഗണേഷ് കുമാറും തമ്മിലുള്ള അടി മുറുകുകയാണല്ലോ. പക്ഷേ സുകുമാരൻ നായരുടെ ഭാഗത്താണ് വീണ്ടും വിജയം ഉണ്ടായിരിക്കുന്നത്. ഗണേഷ് കുമാർ തുടർച്ചയായ അടുത്ത അടിയാണ്. സുകുമാരൻ നായർ ഭയങ്കര കലിപ്പില കേട്ടോ, ഭയങ്കര കലിപ്പില. പുള്ളി പറഞ്ഞ കേട്ടോ, എന്താ ഇല്ല സിനിമയിലെ ഭൂമിയിലെ രാജാക്കന്മാരിനകത്ത് ജഗതി പറയുന്ന ഒരു സീനുണ്ട്, ഇപ്പൊ ഇറങ്ങിക്കോണം ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറി ഇറങ്ങി പോടേ എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഡയറക്ടർ ബോഡിയിൽ നിന്ന് ഗണേഷിനെ ഔട്ടാക്കിയ മാത്രമല്ല അയാളുടെ മെമ്പർഷിപ്പ് പുതുക്കിയില്ല, അതാണ് സംഭവിച്ചിരിക്കുന്നത്. വളരെ കലിപ്പിലാണ് ഇന്ന് അദ്ദേഹം തകർത്ത് പെരുമാറിയിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം, തള്ളിപ്പറഞ്ഞാൽ അവൻ്റെ അഡ്രസ്സ് കാണില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നായർ സർവീസ് സൊസൈറ്റിയിൽ NSSൽ ജനറൽ സെക്രട്ടറിയെ തള്ളിപ്പറയാൻ ഒരുത്തനും വളർന്നിട്ടില്ല. ഏവനെങ്കിലും പറഞ്ഞാൽ അവൻ്റെ അഡ്രസ്സ് കാണത്തില്ല, ഗണേശ് കൈ വെച്ചിരുന്നാൽ മതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഗണേഷ് കുമാറിൻ്റെ പരാജയത്തിന് ഈ NSSമായിട്ടുള്ള അഭിപ്രായ ഭിന്നത, പത്തനാപുരത്തെ പത്മ കഫേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില സാമ്പത്തിക ക്രമക്കേടും പ്രശ്നങ്ങളും ആരോപണങ്ങളൊക്കെ വന്നിരുന്നല്ലോ, ആ ഒരു തർക്കം ഗണേഷ് കുമാറിന് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറി എന്നാണ് പിന്നീട് പുറത്തു വന്നത്. അദ്ദേഹത്തെ പരാജയപ്പെടുന്നതിന് കാരണങ്ങളിലൊന്നായി മാറിയെന്നാണ്. അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കിയാൽ അറിയാം, ജ്യോതികുമാറിനായിരുന്നു എന്ന് തോന്നുന്നു അവിടെ NSSന്റെ പിന്തുണ. അതെ, മാത്രമല്ല ഇതിനകത്ത് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനവും ആണിക്കല്ലും ഒക്കെ ആയിട്ടൊരു കാരണമുണ്ട്. ഈ ജൂനിയർ മാൻഡ്രേക്കുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഗണേഷിന് വഷളായിരിക്കുന്നത്. കാരണം പിണറായി വിജയൻ ആര് കൈവച്ചോ അവരാരും ഗുണം പിടിച്ചിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. നമ്മളിപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കും ഇവന്മാർ നാക്കെടുത്ത പിണറായി വിരുദ്ധതയെ പറയത്തുള്ളൂ, ഇവന്മാരുടെ ചീഫ് എഡിറ്ററും എന്ന് കരുതുന്നു. കലി തീർന്നതോ തീരായിരിക്കുന്നതിൻ്റെ അല്ലേ, അതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ 1-2 വർഷമല്ല, ഒരു ദശാബ്ദം, ഒരു 10 വർഷമാണ് കേരള ജനങ്ങളെ നമ്മൾ വട്ടം ചുറ്റിച്ചത്. അത് നമ്മളിപ്പോൾ ഒരു തവണയാണെങ്കിൽ നമ്മൾ ഓക്കെ, ഒരു സംഭവമാണ് ഇത്. മിക്ക സംഭവങ്ങളിലും ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ഗണേഷിനെ സംബന്ധിച്ചുള്ള ഗണേഷ് വിചാരിച്ചത് എന്തായാലും വേലയങ്കൂലിയൊക്കെ പോയി, MLA സ്ഥാനം പോയി, മന്ത്രിസ്ഥാനം പോയി, അപ്പൊ ഇനിയുള്ള ഒരു മാർഗം എന്നുള്ളത് സിനിമയിലും അതെ ഇനിയിപ്പോ ഉള്ളത് അദ്ദേഹത്തിന്റെ പിതാവ് വരെ ശ്രമിച്ചിരുന്ന കാര്യമാണ് NSSന്റെ ജനറൽ സെക്രട്ടറി ആകുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഗണേഷ് പിന്നീട് നോട്ടം ഇടുന്നത് എന്നാ പിന്നെ സമുദായ സംഘടനയുടെ തലപ്പത്ത് എത്താം. അങ്ങനെ എത്താൻ ശ്രമിച്ചവരെ എല്ലാം സുകുമാരൻ നായർ വെട്ടി വീഴ്ത്തിയ ചരിത്രമേ ഉള്ളൂ, അറിയാമല്ലോ. എത്ര പേര് നമ്മൾ ഓരോരുത്തരും പേര് പറയുന്നില്ല, ഓരോരുത്തരായിട്ട് അവിടെ തന്നെ നേരത്തെ സുകുമാരൻ നായരിനെ നിയോഗിച്ച ചില ആളുകൾ ജനറൽ സെക്രട്ടറി നീക്കം നടത്തിയെന്ന് കണ്ട് അപ്പോൾ തന്നെ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അതായത് അദ്ദേഹത്തിന് മേൽ വളരാൻ ശ്രമിച്ചവരെ എല്ലാം അദ്ദേഹം വെട്ടി വീഴ്ത്തിയിട്ടുണ്ട്. നമ്മുടെ കലഞ്ഞൂർ മധു എന്ന് പറയുന്ന നമ്മുടെ KN ബാലഗോപാൽ മുൻ ധനമന്ത്രിയുടെ സഹോദരൻ കലഞ്ഞൂർ മധുവിനെ NSS അടൂർ താലൂക്ക് യൂണിയന്റെ കേരളത്തിലെ ഏറ്റവും ധനാഢ്യനായ ഒരു വലിയ കോൺട്രാക്ടറും. അതെ, അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് ഈ കലഞ്ഞൂർ മധു. അപ്പോൾ അദ്ദേഹം ഈ ജനറൽ സെക്രട്ടറിക്ക് മുകളിലേക്ക് വളരാൻ പോകുന്നു എന്നൊരു സൂചന എങ്ങനെയോ ഇയാൾക്ക് കിട്ടി. അതോടുകൂടിയാണ് കലഞ്ഞൂർ മധുവിനെ അദ്ദേഹം വെട്ടിവീഴ്ത്തിയത്. അതുപോലെ ഇതിനകത്ത് വലിഞ്ഞു കയറിയിട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് വരാം എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ മുൻ ഡയറക്ടറായിട്ടുള്ള PN സുരേഷിനെ അദ്ദേഹം അതെ കൽപ്പിത സർവകലാശാലയുടെ വൈസ് ചാൻസലർ. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തെ എടുത്ത് ദൂരെ കളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഗണേഷ് ഇപ്പോൾ വേലയും കൂലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്നാൽ പിന്നെ ഞാൻ NSS ഡയറക്ടർ ബോർഡ് മെമ്പറാണല്ലോ, ഞാൻ എന്നാൽ NSS ജനറൽ സെക്രട്ടറി അയക്കാം എന്ന് കരുതിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ജനറൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ മാത്രം താനൊന്നും വളർന്നിട്ടില്ല, കടക്ക് പുറത്ത് പൊക്കോ. എന്താണ് സാങ്കേതികമായി അംഗത്വം പുതുക്കി കൊടുത്തില്ല, കളി ജനറൽ സെക്രട്ടറിയുടെ കയ്യില. ഡയറക്ടർ ബോർഡിൽ നിന്ന് അദ്ദേഹം NSSലും എല്ലാം തന്നെ ഈ ആ ജനറൽ സെക്രട്ടറി ആയി വരുന്ന ആളുടെ തന്നെയാണ് എല്ലാ അധികാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവർ വിചാരിച്ചാൽ ആരെയും വളർത്താൻ എടുത്ത് വിളിക്കളയാനും പറ്റും. അല്ല, അതിനകത്ത് അദ്ദേഹത്തിന്റെ വിശകലനം, അതായത് അദ്ദേഹത്തിന്റെ പ്രസ്താവന ശ്രദ്ധിച്ചായിരുന്നു, വളരെ രസകരമാണ്. ഞാൻ വായിക്കാം. NSSൽ ജനാധിപത്യം ഇല്ലെന്ന് ആരെങ്കിലും പറയുമോ എന്നാണ് പുള്ളിയുടെ ആദ്യ ചോദ്യം. സുകുമാരൻ നായർ ജനാധിപത്യം ഇല്ലെന്ന് ആരെങ്കിലും പറയുമോ ചോദിക്കുക. ആരാണ് ഒരു ഏകാധിപതിയാണ് ഇരുന്ന് ചോദിക്കുന്നത്. ജനറൽ സെക്രട്ടറി അങ്ങനെ ആർക്കും തള്ളി പറയാൻ പറ്റില്ല, അതിനുവേണ്ടിയാണ് താൻ ജീവിക്കുന്നത്. അതായത് ജനറൽ സെക്രട്ടറി ആകാൻ വേണ്ടി ജനിച്ചയാളാണ് ഞാൻ, മരിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിട്ടായിരിക്കും, അതിനുവേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അർത്ഥമാണ് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പോലൊക്കെ തന്നെ. മാറ്റേണ്ടവരെ കൃത്യമായ സമയത്ത് തന്നെ മാറ്റും. ഇതിൽ മുൻ മന്ത്രിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താൻ പോയി കേസ് കേസ് കൊടു. അതായത് ഗണേഷിനെ പൂർണ്ണമായും പടിക്ക് പുറത്താക്കിയിരിക്കുന്നു.
മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഗണേശൻ്റെ പിതാവായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹം മരണം വരെ പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം NSSൻ്റെ വളരെ പ്രധാനപ്പെട്ട പല ഡയറക്ടർ ബോർഡിലൊക്കെ അദ്ദേഹം മെമ്പറായിരുന്നു തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് നമ്മൾ ആ മാൻഡ്രേക്ക് എഫക്റ്റ് പറയേണ്ടത്. മന്ത്രി സ്ഥാനം പോയി, പെണ്ണ് കേസി നാറി, അത് പിന്നെ പുതുമയല്ല. 2, അതിനൊക്കെ ഉപരിയായിട്ട് MLA സ്ഥാനവും പോയി. ഇതെല്ലാം പോയതിന് ശേഷം ഇപ്പോൾ എന്നാ സമുദായത്തിൽ അങ്ങ് ഇരിപ്പുറയ്ക്കാം എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ സമുദായത്തിൽ നിന്നും എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് ഡയറക്ടർ ബോർഡിലെ 9 അംഗങ്ങളുടെ കാലാവധി പൂർത്തിയായത്. ഈ ഗണേഷിനെ ഒഴിച്ച്, ഈ ഗണേഷ് അടക്കം 9 പേര്, ഗണേഷിനെ ഒഴിച്ച് ബാക്കി 8 പേരുടെ പുതുക്കി കൊടുത്തു. ഇയാളെ മാത്രം മാറ്റി. എന്നിട്ട് BRK ബാബു അദ്ദേഹത്തെ പുതിയ ഡയറക്ടർ ബോർഡ് അംഗമായിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ആദ്യ പടിയായിട്ട് പത്തനാപുരം NSS യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു തോന്നുന്നു അല്ലേ? അതെ, പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ മാറ്റി. അപ്പൊ അതിന് പിന്നാലെയാണ് യൂണിയൻ പിരിച്ചുവിട്ടു. അതെ, അപ്പം NSSൽ നിന്ന് പുള്ളി പൂർണ്ണമായും നിഷ്കാസിതനായി എന്നുള്ളതാണ് ഇപ്പം പറയാൻ വരുന്നത്. പത്തനാപുരത്ത് പത്മ കഫേയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതി ആരോപണം നിലനിന്നിരുന്നു. അതിൽ പകുതിയിലധികം അംഗങ്ങൾ രാജിവെക്കുകയായിരുന്നു. അവിടെ മൊത്തം ആഭ്യന്തര കലഹം എല്ലാം ഉണ്ടായി. എന്താണെങ്കിലും ഇതെല്ലാം വന്നു ചേർന്നത് ഒരു കൃത്യസമയത്താണെന്നുള്ളത് ഓർക്കണം. അതെ. കാരണം ഈ നമ്മുടെ മാൻഡ്രേക്കിന്റെ ശനിദേശ തുടങ്ങിയപ്പോഴേ ചുറ്റും നിന്നവർക്ക് എല്ലാവരും കൂട്ടത്തോടെ ഇലക്ഷന്റെ സമയത്താണ് വന്നു ചേർന്നത്. എന്താണെങ്കിലും ആ ഒരു വരവ് ഒന്നൊന്നര വരവായിപ്പോയി. പാവം പിടിച്ച ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ഏക പ്രതീക്ഷയും കൈവിട്ടു. ഒന്നാമത്തെ കാര്യം എന്താണ്, ഗണേഷിന് പറ്റിയ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഗണേഷിന്റെ പാർട്ടി ശക്തമല്ല. അങ്ങനെ ഒരു പാർട്ടിയില്ല. ബാലകൃഷ്ണപിള്ള ഇരിക്കുമ്പോൾ ആ പാർട്ടിക്കൊരു വേരുണ്ടായിരുന്നു. ആ പാർട്ടിനൊക്കെ ഒരു ഘടനയൊക്കെ അത്യാവശ്യം ജില്ലകളിലൊക്കെ, ഇപ്പൊ കൊല്ലത്തും പത്തനംതിട്ട. ബാലകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്നിട്ട് പിന്നെ കേരള കോൺഗ്രസ്സുകാരനായതാണ്. സ്ഥാപകർ ഒരാളാണ് അദ്ദേഹം. അത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അദ്ദേഹം കോൺഗ്രസിനെ തുടർന്നിരുന്നുവെങ്കിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ ആവേണ്ടിയിരുന്ന ഒരാളാണ്. അത്ര മിടുക്കനായ എല്ലാ കഴിവുമുള്ള ഒരു മനുഷ്യനായിരുന്നു ബാലകൃഷ്ണപിള്ള. പക്ഷേ ഇടമഴയാൽ കേസിലല്ലേ അകത്ത് പോകേണ്ടി വന്നു. അഴിമതി ആരോപണത്തിൽ അകത്ത് പോകേണ്ടി വന്നു. അതുകൊണ്ട് അച്ഛൻ്റെ വഴിയെ തന്നെയാണ്. അത് മന്ത്രിയായിട്ടിരുന്ന ഒരു അഴിമതി ഗണേഷ് കാണിച്ചതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഈ പത്മ കഫയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ അദ്ദേഹം പെട്ടുപോയിരിക്കും. മാത്രമല്ല അവിടെ തന്നെ കേരള കോൺഗ്രസ് ബിയുടെ ചില ഭാരവാഹികളൊക്കെ ഈ ഗണേശന്റെ ഇടഞ്ഞ് പാർട്ടി വിടുകയോ എന്തൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ പത്മ കഫയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. ഇതെന്താണെന്നറിയാം, ഈ ഗണേഷ് കുമാർ പാർട്ടിയെ വളർത്താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് ബിയിൽ അയാൾക്ക് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഒരു പാർട്ടി എന്നുള്ളതല്ലാതെ വേറൊരു ഇതിലും ശ്രമിച്ചിട്ടില്ല. തക്ക സമയം നോക്കി ഈ സരിത വിഷയമൊക്കെ വന്ന സമയത്ത് അദ്ദേഹം പാർട്ടി വിട്ടു, മുന്നണി വിട്ടു അവിടെ പോയി ഏതായാലും ഒരു ടൈമിൽ മന്ത്രിയാകാൻ സാധിച്ചു. അങ്ങനെ എന്താണെങ്കിലും ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതൊരു വല്ലാത്ത തിരിച്ചടികളുടെ കാലം, ഒരു പടിയിറക്കത്തിന്റെ കാലം. സത്യമാണ് കേട്ടോ. ചില ആളുകൾക്ക് മൊത്തത്തിൽ ഈ ഇടയ്ക്ക് എന്തോ വ്യാഴമാറ്റം വരുന്നു എന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഈ ജ്യോതിഷികൾ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ വല്ലതും സംഭവിച്ചായിരിക്കും. വ്യാഴോ ശനിയാകാനൊക്കെ മാറി കാണുമായിരിക്കും. അല്ല, അതിന്റെ ഏറ്റവും തുടക്കം കുറിച്ച സംഭവം കുടുംബ വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഭാര്യ വന്നിട്ട് ഇയാളെ വേറൊരു സ്ത്രീക്കൊപ്പം കയ്യോടെ പിടിക്കുന്നു. അവസാനം 5000 കാമുകിമാരുടെ കഥ പറയുന്നു. ഇനി ആര് വന്നാലും പിണറായി വിജയൻ എന്ന് പറയുന്ന, ഞാനല്ലാതെ മറ്റാര് എന്ന് പറയുന്ന ആ മഹത് വ്യക്തിക്ക് കീഴിൽ താൻ ജയിച്ച് വീണ്ടും മന്ത്രിയാകും എന്നൊക്കെയുള്ള കണക്കൂട്ടലിലാണ് ഗണേഷ് ഇരുന്നത്. പക്ഷേ സമുദായവും നാട്ടുകാരും കൈവിട്ടു. ആ പെണ്ണ് കേസോടുകൂടി ഇതിൻ്റെ ആദ്യത്തെ അടി കിട്ടി. രണ്ടാമത് സമുദായം എല്ലാം എതിർത്തതോടെ മൊത്തത്തിൽ തിരിച്ചടി നേരിടേണ്ടി വന്ന ഒരു ഹതഭാഗ്യനായി ഗണേഷ് കുമാർ മാറുകയും ചെയ്തു. അല്ല, മാത്രമല്ല ഈ രാഷ്ട്രീയത്തിൽ മാത്രമല്ല അദ്ദേഹം ഒരു കോൺഗ്രസിലോ CPM ഒന്നുള്ള അംഗമല്ല. അതൊരു ചെറിയ പാർട്ടി ആളാണ്. അത് ഇനി വരുന്ന ഒരു 5 വർഷം ഈ NSSന്റെ കൂടെ സഹായമില്ല. അതിൻ്റെ പാർട്ടി നേരത്തെ വിശാം പറഞ്ഞ പാർട്ടി വളർത്താൻ അദ്ദേഹം ശ്രമിച്ചതുമില്ല. അങ്ങനെ KV ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസക്തി പോലും കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തി. കാരണം NSSുമായിട്ട് തെറ്റുക എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത്, ആ മേഖലയിൽ, പത്തനാപുരത്ത് അത് വലിയ പ്രശ്നം ഉണ്ടാക്കും, ഉറപ്പാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ എത്ര സ്വേച്ഛാധിപത്യപരമാണ് എന്നൊന്ന് നോക്കി. അത് 2 സംഘടനകളിൽ SNDP NSSൽ രണ്ടുപേരും സ്വേച്ഛാധിപത്യമാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട്, NSSൽ ജനാധിപത്യമില്ലെന്ന് ആര് പറഞ്ഞു എന്നാ ചോദിക്കുന്നത്. മറ്റേ അദ്ദേഹം പറയാറുണ്ട്, അതിന്റെ സുഹൃത്തും പറയാറുള്ളതാണ്, SNDP ജനാധിപത്യമില്ലെന്ന് ആര് പറഞ്ഞു. അതെ, എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഗണേഷ് കുമാറിന് ഇത് കണ്ടക ശനിയുടെ കാലമാണ്.